വീഡിയോയിൽ കോഴഞ്ചേരി മാർക്കറ്റാണ് കാണിക്കുന്നത് കേട്ടോ. ഞാൻ ഓണത്തിന് മാർക്കറ്റിൽ സാധനം വാങ്ങിക്കാൻ പോയപ്പോൾ ഇപ്പോഴത്തെ കോഴഞ്ചേരി മാർക്കറ്റിൻ്റെ അവസ്ഥ എനിക്കൊന്ന് വീഡിയോ എടുത്ത് ഇടണമെന്ന് തോന്നി. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ കുഞ്ഞ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ വീഡിയോ കണ്ട് ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ ഞാനും തേജും കൂടാണ് മാർക്കറ്റിൽ കുറച്ച് പച്ചക്കറി വാങ്ങിക്കാൻ വേണ്ടി പോയതാണ്. അപ്പോൾ ഇത് ഇടാൻ കാരണം ഇപ്പോഴത്തെ മാർക്കറ്റിൻ്റെ അവസ്ഥ എന്തെന്ന് പറഞ്ഞത് ഞാൻ പണ്ടത്തെ മാർക്കറ്റ് കണ്ടവർക്ക് ഇപ്പം ഇത് കാണുമ്പോൾ തീർച്ചയായും ഒരു സങ്കടം വരും. പണ്ടത്തെ മാർക്കറ്റ് എന്ന് വെച്ചാൽ ഇതിനേക്കാൾ ഇരട്ടി കടകളും കെട്ടിടങ്ങളും അതുപോലെ തന്നെ വഴിയരിലൊക്കെ ഒത്തിരി ഏത് സാധനം വേണമെങ്കിലും ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയായിരുന്നു ചന്ത ദിവസം. അപ്പോൾ ഈ ദിവസങ്ങളിൽ ഇവിടെ ജനങ്ങളായിരുന്നു കേട്ടോ. ഒത്തിരി സാധനങ്ങളുണ്ട്, അതുപോലെ നിറയെ ആൾക്കാരുമുണ്ട്. ഇപ്പോൾ പണ്ടത്തെ മാർക്കറ്റും ഇല്ല, ആൾക്കാരും ഇല്ല. കുറച്ച് ഇതേണ്ട ഈ കാണുന്ന കടകളൊക്കെ ഉള്ളൂ. അവർ താൽക്കാലികമായിട്ട് ടാർപ്പയൊക്കെ കെട്ടി ഇങ്ങനെ ഇരിക്കുകയാണ്. മഴയൊക്കെ പെയ്താൽ എല്ലാ വെള്ളവും ഇവരെ ആ കടയ്ക്കകത്താണ്. അതുപോലെ ദുരിതമാണ് ഇപ്പോൾ കോഴഞ്ചേരി ഈ മാർക്കറ്റ്. ഇപ്പോഴാണ് ചന്ത എന്നുള്ളൊരു മാർക്കറ്റിന് പകരം ചന്ത എന്നുള്ള പേര് കറക്റ്റ് വന്നത്. പിന്നെ കുഴിയുടെ കാര്യം പറയണേ, പിന്നെ റോഡിൻ്റെ കാര്യം പറയണേ, പിന്നെ പറയേണ്ട ഒരു കുഴിയിൽ നിന്നും മറ്റൊരു കുഴിയിലോട്ടാണ് നമ്മൾ കാലെടുത്ത് വെക്കുന്നത് കേട്ടോ. അപ്പോൾ നടന്നു പോകാൻ തന്നെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇത്രയും വണ്ടികളൊക്കെ ബൈക്കുകളൊക്കെ എത്ര പ്രാവശ്യമാണെന്ന് പറയാൻ വന്ന് വീഴുന്നതൊക്കെ ഞങ്ങൾ കടയുടെ മുമ്പിലിരുന്ന് ഞങ്ങൾക്ക് നല്ലതുപോലെ കാണാം. അപ്പോൾ കോഴഞ്ചേരിയുടെ കണ്ണായ സ്ഥലത്ത് തന്നെ പണ്ടത്തെ മാർക്കറ്റ് പോകാൻ കാരണം ഇവിടെ കോഴഞ്ചേരി പുതിയ പാലം വരുന്നത് കൊണ്ടാണ് ഇതൊക്കെ പൊളിച്ചു കളഞ്ഞത് കേട്ടോ. അപ്പോൾ കോഴഞ്ചേരി പാലം വരുന്നത് നല്ലതാണ്. പുരോഗമനം എപ്പോഴും എല്ലാവർക്കും നല്ലതുമാണ്, അതുപോലെ തന്നെ പ്രയോജനവുമാണ്. അതൊക്കെ നല്ല കാര്യം. പക്ഷേ ഇപ്പോൾ 3-4 വർഷമായി കോഴഞ്ചേരി പാലത്തിൻ്റെ പണിയാണ്. പക്ഷേ ഞാൻ പറയുന്നത് പാലത്തിൻ്റെ പണി കഴിഞ്ഞ് തീരാറാകുമ്പോഴത്തേക്ക് ഈ മാർക്കറ്റൊക്കെ പൊളിച്ച് കളഞ്ഞാൽ പോരായിരുന്നു. അത്രയും കാലം ഇവർ നല്ലതുപോലെ അവർ അന്നത്തെ കച്ചവടം നടത്തി അവർ കഴിയുന്നവരാണ് മിക്ക ആൾക്കാരും. അപ്പോൾ അവർ അതുപോലെ കഴിഞ്ഞു തന്നെ. പക്ഷേ അതിന് പകരം കോഴഞ്ചേരി പാലം പണിയുന്നതിന് മുമ്പ് തന്നെ ഈ കടകളൊക്കെ JCB കൊണ്ടുവന്ന് സകല ഐറ്റങ്ങളും വാരി കളഞ്ഞിട്ടാണ് ഇവരെയൊക്കെ മാറ്റിയത്. ഞങ്ങൾ കണ്ടവരാണ്, ഈ കോഴഞ്ചേരി ആൾക്കാരെല്ലാവരും കണ്ടതാണ് ഈ മാർക്കറ്റ്. JCBക്കാർ വന്ന് കട ഉൾപ്പെടെ എല്ലാം വാരി കോരി കളയുന്നത് ഞങ്ങൾ കണ്ടതാണ്. ഇതൊന്നും ഞാൻ പറഞ്ഞിട്ടൊരു കാര്യമില്ല. ഞാൻ പിന്നെ ഈ മാർക്കറ്റ് കണ്ടപ്പോൾ എനിക്ക് അങ്ങ് പറയണം തോന്നി. എന്ന് വെച്ചാൽ പണ്ട് തൊട്ടേ ഞാൻ കാണുന്നത്. ഇപ്പം 30 വർഷത്തോളം ഞാൻ ഇവിടെ ഉണ്ട് കോഴഞ്ചേരിയിൽ. അപ്പോൾ കുറേ വർഷങ്ങൾ കൊണ്ട് ഞാൻ ഈ കടയുടെ മുമ്പിൽ തന്നെ ഉള്ളതുകൊണ്ട് ഞാനൊക്കെ കണ്ട് പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ എന്താ, എനിക്ക് കുറ്റങ്ങൾ പറഞ്ഞതല്ല, ഞാൻ ആരെയും നോവിക്കാനും പറഞ്ഞതല്ല. പക്ഷേ ഇവരെയൊക്കെ അവസ്ഥ കണ്ടപ്പോൾ എനിക്ക് സങ്കടം തോന്നി. അങ്ങനെ ഞാൻ വീഡിയോ എടുത്ത് ഇട്ടതാണ്. അതുപോലെ തന്നെ ആ റോഡെങ്കിലും ഒന്ന് പണിഞ്ഞു കൊടുത്തോടെ. എന്ന് വെച്ചാൽ ബസ് സ്റ്റാൻഡിൽ എത്ര ആൾക്കാർ വരുന്നുണ്ട്, വയ്യാത്ത ആൾക്കാർ വരുന്നത്, കുഞ്ഞിനെയും കൊണ്ട് പോകുന്നവരാണ്. അപ്പോൾ ലോഡ് കൊണ്ടുവരുന്നതാണ്. ഇപ്പോൾ തന്നെ ഈ പന്ന റോഡിൻ്റെ മുമ്പിലാണ് ബാങ്കുകൾ തന്നെ ഉണ്ട്. 2-3 ബാങ്കുകളുണ്ട്. പിന്നെ പിള്ളേർ കമ്പ്യൂട്ടർ പഠിക്കാൻ വരുന്ന കൊച്ചു പിള്ളേരുണ്ട്. അപ്പോൾ റോഡിലൊക്കെ വീഴുന്നതും ഒക്കെ ഞങ്ങൾ കാണുന്നതാണ്. അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോഴത്തേക്കാണ് എനിക്ക് ഈ വീഡിയോ ഇടണമെന്ന് തോന്നിയിട്ട്. അല്ലാതെ വേറെ ആരോടും എനിക്ക് ഒരു രാഷ്ട്രീയത്തിനെയും കൂടെ ഞാനില്ല. എനിക്ക് രാഷ്ട്രീയവും ഇല്ല പണ്ട് തൊട്ടേ. പിന്നെ ഓരോ അവസ്ഥകൾ കണ്ടപ്പോൾ ഞാനിവിടെ ഇട്ടെന്നേ ഉള്ളൂ. പിന്നെ നമ്മുടെ പ്രിയപ്പെട്ട വീണ മാഡവും പിന്നെ ആൻ്റണി സാറൊക്കെ കാണുവാണെങ്കിൽ തീർച്ചയായും അവർ നല്ല മനസ്സാണ്. അവരൊക്കെ ഇത് ചെയ്യുമെന്ന് എനിക്ക് നല്ല 100% ഉറപ്പാന്ന് വെച്ചാൽ ഇപ്പോൾ കൺവെൻഷൻ സമയത്ത് അപ്പുറത്തും ഇപ്പുറത്തൊക്കെ പാർക്ക് പോലൊക്കെ ചെയ്ത് ഇരിപ്പിടമൊക്കെ ചെയ്തപ്പോൾ നല്ല ഭംഗിയാണ് ഇപ്പോൾ കാണാൻ. ഞാൻ അവിടെയൊക്കെ പണിയുന്ന സമയത്ത് തന്നെ ഞാൻ പോയി എടുത്ത് വീഡിയോ ഒക്കെ ഇട്ടതാണ്. അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഏതായാലും നല്ല രസമുണ്ട്, ഇപ്പോൾ പാർക്ക് പോലൊക്കെ ആയി, ഇപ്പോൾ കോഴഞ്ചേരിക്ക് ഒരു പാർക്കൊക്കെ ആയി എന്നൊക്കെ ഞാൻ പറഞ്ഞ് വീഡിയോ ഇട്ടതാണ്. അപ്പോൾ ഇവർ വീണ മാഡമൊക്കെ കണ്ടാൽ തീർച്ചയായും ഇതിനൊരു പരിഹാരം ചെയ്യുന്നത് എനിക്ക് നല്ല ഉറപ്പുണ്ട്. എന്നുവെച്ചാൽ നല്ല മനസ്സാണ് വീണ മാഡത്തിൻ്റെയും ആൻ്റണി സാറിൻ്റെയൊക്കെ. അപ്പോൾ എന്തായാലും ശരി, ഒന്നുമില്ലെങ്കിൽ ഈ റോഡിൻ്റെ കാര്യമെങ്കിലും ഒന്ന് ചെയ്ത് കൊടുക്കണം. പിന്നെ ഇതൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ. ഇത് കണ്ടപ്പോൾ പിന്നെ ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ. എന്ന് വെച്ചാൽ ഞങ്ങളുടെ മാരാമൺ, അതായത് പാലത്തിൻ്റെ അപ്പുറത്തോട്ട് മാരാമൺ ഇപ്പോൾ വന്ന് നോക്കണം. 2 സൂപ്പർ മാർക്കറ്റായി, അതുപോലെ തന്നെ ഒത്തിരി കടകളായി, ബിൽഡിങ്ങായി, നല്ല അടിപൊളിയാണ് ഇപ്പോൾ മാരാമൺ കേട്ടോ. തോട്ടപ്പുഴശ്ശേരി പഞ്ചായത്തിൻ്റെയാണ്. അപ്പോൾ എന്തായാലും ശരി, മാരാമൺ ഇപ്പോൾ പുരോഗമിച്ച് വരുവാണ്. ഒത്തിരി കടകളൊക്കെ ഇനിയും വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ ഇതൊന്നും ഇല്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ.
ഇത് മെയിൻ റോഡിൽ തന്നെ ഉള്ള 2 കുഴികളാണ് കേട്ടോ, വലിയ കുഴികളാണ്. ഇവിടെ ഒരു ദിവസം ഒരു 2 വീലറെങ്കിലും വന്ന് മറിഞ്ഞടിച്ച് വീഴുന്നതാണ്. എന്തായാലും ഓണത്തിൻ്റെ ഇടയ്ക്ക് എനിക്ക് തോന്നുന്നു പൂരാടം ദിവസം കണ്ടാന്ന് തോന്നുന്നു, ഏതായാലും കുഴി നികത്തി കേട്ടോ. അപ്പോൾ അതിന് ഭയങ്കര ഒരു നന്ദിയുണ്ട്. പക്ഷേ ആ കുഴിയിൽ ഒന്നും ഇപ്പോൾ പോയി, ഓണം കഴിഞ്ഞ് ഉടനെ തന്നെ ആ ഒരു കുഴി ഇപ്പം ടാറൊക്കെ പോയി, ഇപ്പോൾ പിന്നെയും പഴയതുപോലെ കുഴിയായി. ഇപ്പോൾ പിന്നെയും വണ്ടികൾ വീഴാൻ തുടങ്ങി. പിന്നെ പറയാനുള്ളത് ഇവിടുത്തെ പാലത്തിൻ്റെ അടുത്തുള്ള ട്രാഫിക് ബ്ലോക്കാണ് കേട്ടോ. ഭയങ്കര ശല്യമാണെന്ന് വെച്ചാൽ പ്രൈവറ്റ് വണ്ടിക്കാരാണ് കൂടുതലും. അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ തലങ്ങും വിലങ്ങും ഒക്കെ ഇട്ടിട്ടങ്ങ് പോകും. ഞങ്ങളുടെ ഈ ബിൽഡിങ് എല്ലാ കടയുടെയും മുമ്പിൽ ചേർത്ത് ഇട്ടിട്ട് പോകും. നമ്മളൊന്ന് ചോദിക്കുമ്പോഴത്തേക്ക് നമ്മുടെ അപ്പനെയും മരിച്ചുപോയ അപ്പനെയും പിന്നെ അപ്പൻ്റെ അപ്പനെയും മുത്തശ്ശന്മാരെ എല്ലാവരെയും നമ്മളെ ഓർമ്മിപ്പിച്ചിട്ടാണ് അവർ പോകുന്നത്. സാറുമാർ വന്ന് പെറ്റിയടിക്കുകയും ഒക്കെ ചെയ്യുന്നതാണ്. പക്ഷേ പറഞ്ഞിട്ടൊന്നും ഫലമില്ല. പിന്നെയും അവർ ആവർത്തിക്കും. ഇവിടെ ഉള്ളവർ നാട്ടുകാർ തന്നെയാണ് ചെയ്യുന്നത്, അല്ലാതെ ദൂരക്കാരും ചെയ്യത്തില്ല. ദൂരക്കാർ വന്നാൽ നമ്മൾ ഏതെങ്കിലും കടക്കാരോട് ചോദിച്ച് അവർ വണ്ടിപ്പേട്ടയിൽ ഒതുക്കി ഇട്ടിട്ടാണ് അവർ പോകുന്നത്. അല്ലെങ്കിൽ ഇട്ട ഉടനെ തന്നെ അവർ ആവശ്യം കഴിഞ്ഞ് അന്നേരം തന്നെ എടുത്തുകൊണ്ട് പോകുന്നവരുമുണ്ട്. പക്ഷെ ചിലവരാണെങ്കിൽ മനഃപൂർവ്വം ഇട്ടിട്ട് പോകുന്നത് പോലെയാണ് അവരെ രീതികൾ കണ്ടാൽ. പറഞ്ഞാലും മാറ്റത്തില്ല. അപ്പുറത്തും ഇപ്പുറത്തൊക്കെ മൊത്തം ഇത് കാരണം ബ്ലോക്കാണ് ഇവിടെ എപ്പോഴും. നമ്മുടെ പാലത്തിൻ്റെ അടുത്ത് ഒരു സിഗ്നൽ വെക്കണമെന്ന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പേപ്പറിലും ഒക്കെ വന്ന ന്യൂസുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതും കൂടെ ഒന്ന് നടത്തി തന്നാൽ നല്ലതായിരുന്നു. അപ്പോൾ എല്ലാവർക്കും സൗകര്യമായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഇത് കേട്ടിട്ട് ആരും എന്നെ തെറിയെന്നും വിളിച്ച് പൊങ്കാലെന്ന് ഇടാൻ വരലും, ഞാൻ ഉള്ളത് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കരുത് കേട്ടോ.